സോ ഗൈസ്, ഇന്ന് ഞാനാണെങ്കിൽ പുതിയതായിട്ട് ഒരു കാർ മേടിക്കാനായിട്ട് പോവാണ്. പിന്നെ ഈ വീഡിയോ ഒന്ന് പുരാൻ വരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് പോകുന്നത്. ദയവായി എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും നമുക്ക് പോവാം. വെളിയിലായിട്ട് എൻ്റെ ചെക്കന് ഞാൻ എൻ്റെ ഇതിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കാണ്, ഈ സെൻസ് ഇത് തുറക്കും. എന്തായാലും ഞാൻ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ചെക്കനെ എടുത്തോണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും തുറന്നിട്ടുണ്ട്, താറാണ്. അതെല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണും. ആശാനി, ഇന്ന് നമുക്ക് വല്ലയിടത്തോട്ടും പോകാനുണ്ടോ? ആശാൻ എന്താ ഇത്ര നേരത്തേക്ക് വന്നേ? സാധാരണ വൈകിട്ടൊക്കെ ആകുമ്പോഴല്ലേ എന്നെ എടുക്കാനായിട്ട് വരത്തുള്ളൂ. ആടാ, ഇന്ന് ഞാൻ പുതിയതായിട്ടൊരു കാർ എടുക്കാൻ പോവാ. എന്തായാലും നിന്നെയും കൊണ്ട് എനിക്ക് ഓഫ് റോഡല്ലേ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അത് കാരണം ഞാൻ ഇന്ന് പുതിയൊരു കാർ എടുക്കാൻ പോവാ. ആശാനെ, അപ്പൊ അത് കൊള്ളാലോ. അതിന് ആശാന്റെ ഇത് എവിടുന്ന് അത്രയും പൈസയൊക്കെ? എടാ, ഇതെന്റെ ഒരു ഫോറിൻ ഫ്രണ്ട് ഫ്രീ ആയിട്ട് തരുന്ന. എന്തായാലും നമുക്ക് എടുക്കാം. അവർ ഉപയോഗിച്ചാണെന്നാ പറഞ്ഞ, പക്ഷെ അവൻ എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നേ. എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം അവിടം വരെ. ആശാനെ, പോവാം. പക്ഷെ ഈ സ്ഥലം എവിടെയാട്ടാ? എങ്ങോട്ടാ നമുക്ക് പോകേണ്ടത്? അതേടാ, ഇവിടെ അടുത്തായിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടെന്നൊക്കെയാ പറഞ്ഞു. ബ്രിഡ്ജിന്റെ മേളിൽ അവൻ കൊണ്ട് ഇട്ടേക്കാന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ വഴി നിൽക്കുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ട് പോവാം. നിനക്ക് വഴി അറിയത്തില്ലല്ലോ. അയ്യോ, എനിക്കും വഴി അറിയത്തില്ല. എന്തായാലും നമുക്ക് ആർക്കെങ്കിലും ചോദിച്ചിട്ട് പോവാം. ഈ വഴിയോരത്ത് എനിക്ക് ആർക്കെങ്കിലും ചോദിക്കാവേ. ആടാ, ചോദിക്കാം. എന്തായാലും ചോദിച്ചിട്ടല്ലേ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അവനാണ് ആ കാർ ആ ബ്രിഡ്ജിൽ കൊണ്ടുവന്നിട്ടിരിക്കുന്നതെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിലെ സൈഡിൽ എല്ലാം കൊണ്ടുവരും. അത് നമ്മുടെ ഇവിടെ അടുത്താണ്. പക്ഷെ ആ ചെക്കൻ കേട്ടില്ലടാ. അയ്യോ, അത് കഷ്ടമായി പോയല്ലോ ആശാനെ. എന്തായാലും ഇനി നമുക്ക് പോയി എടുക്കാം. ഇവിടെ ആയിട്ടൊരു ചേച്ചി നടന്നു പോകുന്നുണ്ട്. ആ പുള്ളിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ അടുക്കി കൊണ്ടുപോയി നിർത്താം. ആശാൻ പോയി ചോദിച്ചോണം കേട്ടാ. ആടാ, ഞാൻ ചോദിച്ചോളാം. നീ അടുക്കി കൊണ്ടുപോയി നിർത്തേ കേട്ടാ. ആശാനെ, വണ്ടിയുടെ ബ്രേക്കിന് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടാ. ഒന്ന് കൊണ്ടുപോയി ചെക്ക് ചെയ്യിപ്പിക്കണം കേട്ടാ. ആടാ, അത് ഞാൻ ചെക്ക് ചെയ്യിപ്പിക്കാം. നമുക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്കും ചെക്ക് ചെയ്യാം. വേടാ, ഞാൻ ഒന്ന് പോയി ചോദിച്ചിട്ട് വരാവേ. പോയി ചോദിച്ചിട്ടോ. എക്സ്ക്യൂസ് മീ മാം, ഇവിടെ അടുത്ത് വല്ല ബ്രിഡ്ജ് ഉള്ളതായിട്ട് വല്ലതും അറിയാമോ? ഇവിടെ അടുത്ത് എനിക്കങ്ങനെ ബ്രിഡ്ജ് ഉള്ളതായിട്ടൊന്നും അറിയത്തില്ല. നിങ്ങൾ വേറെ ആൾക്ക് പോയി ചോദിച്ചു നോക്കി. ചിലപ്പോൾ അയാൾക്ക് അറിയാമായിരിക്കും. ഞാൻ ഇവിടെ വന്നോന്ന്, ഞാൻ വേറൊരു സിറ്റിയിലുള്ള. പക്ഷെ എനിക്ക് ഇവിടെ അടുത്ത് ബ്രിഡ്ജൊന്നും അറിയത്തില്ല. നിങ്ങൾ വേറെ ആർക്കെങ്കിലും ചോദിച്ചു നോക്ക്. എടാ, ആ ചേച്ചി അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്നാ ചെയ്യും? ആശാനെ, ആശാൻ പേടിക്കാതിരി. നമുക്ക് വേറെ ആർക്കെങ്കിലും പോയി ചോദിക്കാം. ആശാൻ വന്ന് ഏറിക്കേ പെട്ടെന്ന് പോയേക്കാം. ചേട്ടാ, ഇവിടുന്ന് അത്രയും ലോങ് ആണ് ബ്രിഡ്ജ്. സാധാരണ ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയണ്ടല്ലേ. ഇതെന്തുകൊണ്ട് അറിയാത്ത ആർക്കും ബ്രിഡ്ജ്? ആശാനെ, അത് വേറൊന്നും കൊണ്ടല്ല. ആരും അങ്ങോട്ടൊന്നും പോയി കാണത്തില്ല. കാരണം അതിന്റെ അപ്പുറം ഫുള്ള് മരുഭൂമിയാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടെ അടുത്ത് ആരെങ്കിലും കാണുമായിരിക്കും. ആരോടെങ്കിലും നമുക്ക് ഒന്നുകൂടെ തിരക്കാം. അതുകൊണ്ട് കറക്റ്റായിട്ട് വഴി കൺഫേം ആക്കിയിട്ട് പോവാം. ഈ പുള്ളിക്കാരൻ്റെ അടിക്കുക ജസ്റ്റ് ആശാനൊന്ന് ചോദിച്ചു നോക്കിക്കേ. ആടാ, ഞാൻ പോയി തിരക്കിയിട്ട് വരാവേ. ഹലോ സാർ, ഇവിടെ അടുത്തായിട്ട് ബ്രിഡ്ജ് ഉള്ളത് വല്ലതും അറിയാമോ? അറിയാം. ഇവിടെ അടുത്തായിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഞാൻ എപ്പോഴും പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാവേ. ഹായ്, പകുതി ഇവിടുന്ന് നേരെ റൈറ്റ് പോകുമ്പോഴാണ് ലെഫ്റ്റ് പോകുമ്പോഴാണെന്ന് അറിയത്തില്ല. അങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോഴാ ബ്രിഡ്ജ് ഉള്ളത്. കുറച്ചെങ്ങോട്ട് പോകണം കേട്ടോ. അങ്ങ് പോകണം. ആടാ, എനിക്ക് ഏകദേശം വഴി കിട്ടി കേട്ടാ. കുറച്ച് അങ്ങ് പോകണമെന്നാ പറഞ്ഞു. അങ്ങൊരു ബ്രിഡ്ജ് ഉള്ളതായിട്ട് എനിക്കറിയാം. നമ്മുടെ ഇവിടെ അടുത്തൊന്നും കാണത്തില്ലായിരിക്കും അല്ലേ. എന്തായാലും നമുക്ക് അങ്ങ് പോയി നോക്കാം. ആ ബ്രിഡ്ജിന്റെ വഴി എനിക്കറിയാം. നമുക്ക് പോയിന്റെ കൂടെ വാങ്ങി. ആശാനെ, അപ്പൊ ഈ അങ്ങന്ന് പറയുമ്പോ എന്തോരം കിലോമീറ്റർ കാണും? ഏകദേശം ഒരു 30-40 കിലോമീറ്റർ അടുത്തുണ്ടാ. ഞാൻ എപ്പോഴും ഇവിടെ പോയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ പുതിയതായിട്ട് ഒരു പെറ്റിനെ എടുക്കാൻ വേണ്ടി നീ പോയി ഓർക്കുന്നുണ്ടോ? നീയുമായിട്ടാണെന്ന് അറിയത്തില്ല. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ബൈക്കായിരുന്നെന്നാണ് തോന്നുന്നത്. ഞാൻ ഒരു പൂച്ചക്കുട്ടീനെ എടുക്കാൻ വേണ്ടി പോയതായിട്ട് ഓർക്കുന്നുണ്ട്. അങ്ങാ പോയത്. ആ ഒരു ബ്രിഡ്ജിന്റെ അടുക്കലായിട്ടായിരുന്നു ആ പുള്ളി പൂച്ചക്കുട്ടീനെ എനിക്ക് കൊണ്ടുവന്ന് തന്നത്. അപ്പോഴത്തേക്കും അവിടം വരെ പോയൊരു ഓർമ്മയുണ്ട്. ആശാനെ, നമ്മുടെ ബില്ലയുടെ കാര്യമാണ് ആശാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു പേഷ്യൻ ക്യാറ്റ്, അതിന്റെ കാര്യമല്ലേ ആശാൻ പറയുന്നത്? അത് തന്നെ, ആ പൂച്ചയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു. ആ പൂച്ചേനെ കുഞ്ഞായിരിക്കുമ്പോ ഞാൻ മേടിക്കാൻ പോയതേ നമ്മുടെ ആ ഒരു പാലത്തിന്റെ സൈഡിലായിട്ടായിരുന്നു. എന്തായാലും അവിടെ പോയി കഴിഞ്ഞാലായിരിക്കും ഈ കാറും കിട്ടുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച അങ്ങോട്ടൊന്നും ആയിരിക്കത്തില്ല. നമ്മുടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഒരു ബ്രിഡ്ജ് കാണുമെന്നാ. പക്ഷെ നമ്മുടെ അടുത്തങ്ങില്ല. എന്തായാലും നമുക്ക് അവിടെ തന്നെ പോയി നോക്കാം. അപ്പൊ ഉറപ്പിക്കാം. എന്തായാലും അവിടെ തന്നെ ആയിരിക്കും. ആ പുള്ളിയും ഈ റൂട്ട് തന്നെയല്ലേ പറഞ്ഞത്? ശരിയാ, ആ പുള്ളി ഈ റൂട്ട് തന്നെ പറഞ്ഞത്. എന്തായാലും നീ നേരെ പോയിക്കോ, ഞാൻ പറഞ്ഞുതരാം. ഒരു ഗ്രാസിന്റെ അങ്ങോട്ടും കൊറേ കേറി പോണം കേട്ടാണ്. മനസ്സിലായി. അപ്പൊ അങ്ങ് കാണുന്ന ആ 3-4 ഒരു കമ്പ് കണക്ക് കാണുന്നതാ? ആ കാണുന്നതാണ് ബ്രിഡ്ജ്. അത് 3-4 കമ്പായിട്ടല്ലേ ഇപ്പൊ കാണുന്നുള്ളൂ. അതിന്റെ നേരെ നീ കുറച്ച് പോകുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് ആ ഒരു ബ്രിഡ്ജ് നിനക്ക് കാണാൻ പറ്റും. നല്ല രസമെന്നൊക്കെയാ പറയുന്നത്. ഞാൻ ഒരു വട്ടേ പോയിട്ടുള്ളൂ. പക്ഷെ അതിന്റെ താഴെ ഞാൻ നിന്നിട്ടുള്ളൂ. നീ പറയുന്നതാണ് കാണുന്ന ആളാ തോന്നി. അതിന്റെ അപ്പുറത്ത് മരുഭൂമിയാണെന്ന് തോന്നി. ഈ ബ്രിഡ്ജ് ആണെന്നാണ് ആ പുള്ളിയും പറഞ്ഞത്. വേറെ ബ്രിഡ്ജ് ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അതിന്റെ മേലായിട്ട് നമ്മുടെ ന്യൂ ആയിട്ടുള്ള ഒരു കാർ കിടപ്പുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം. കിടപ്പില്ലെങ്കിൽ ഇതല്ലായിരിക്കും. ആശാനെ, ഇതെന്തോ ആശാനെ, കൊറേ ദൂരം ഉണ്ടല്ലോ. ആ ബ്രിഡ്ജ് ആണെങ്കിലും അങ്ങ് നമുക്ക് പൊടിയണൊക്കെ കാണാൻ പറ്റുന്നേ. അതിന്റെ അടുക്കൽ ചെല്ലുമ്പോ എന്തുമായിരിക്കും? അത് അത്യാവശ്യം വലിയ ബ്രിഡ്ജാ. നമ്മൾ കാണുന്ന പോലെ ചെറുതൊന്നും അല്ല. കുറച്ച് നമുക്ക് പോയാൽ മാത്രമേ എത്തത്തുള്ളൂ. അതിന്റെ മണ്ടക്കായിട്ടാ നമ്മുടെ ചെക്കനും കിടക്കുന്നത്. ആശാനെ, കാറ് കിടപ്പുണ്ടെന്ന് ഉറപ്പിക്കാനൊക്കെ വരട്ടെ. ചിലപ്പോ ഇതല്ലെങ്കിലോ? എടാ, പോടാ വിടലേ. നിന്റെ കാര്യനാക്കെടുത്ത് വളയ്ക്കാതെ. നമ്മൾ എന്തായാലും എത്താറായി. നോക്കാം, നമുക്ക് പോയി. എന്നാ രസം ആശാൻ ഈ കാറ് കാണാൻ. ആശാൻ ഒന്ന് പോയി ഓടിച്ചിട്ട് വാ. ഞാൻ
ഞാൻ പോയി ഓടിച്ചിട്ട് വരാം. അത് പെണ്ണാണെന്നാടാ തോന്നുന്നേ. കൊള്ളാലോ, യെല്ലോ കളറൊക്കെയാണല്ലോ. നമുക്ക് റൈഡ് പോകാലോ. പിന്നെന്താ പോകാലോ, എന്റെ സൈഡില് ഡോറിലേക്ക് കിടക്കുന്ന നോക്കിയൊക്കെ ഓടിക്കണേ. ആ, ഞാൻ നോക്കിയേ ഓടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നോക്കിയേ ഓടിക്കത്തുള്ളൂ. അല്ല, ഓടിക്കുമ്പോൾ ഇതെന്താ ഇടയ്ക്ക് ചരിവ് വരുന്നേ? അതെ, സ്റ്റിയറിംഗ് കുറച്ച് തിരിഞ്ഞാണ്ടിരിക്കും. അത് ബാലൻസ് ചെയ്ത് ഓടിച്ചില്ലെങ്കിലേ നമ്മൾ രണ്ടും കൂടെ വെള്ളത്തിൽ പോകും. അയ്യോ, അങ്ങനാണെങ്കിൽ നേരത്തെ പറയണ്ടായിരുന്നോ? ഞാൻ ഓടിക്കത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്തായാലും നമ്മൾ ഉറപ്പായും വെള്ളത്തിൽ പോകും. അങ്ങനൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പോത്തില്ലെന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്ത് ഒരു ഡോറും അങ്ങോട്ട് പോയി കിട്ടി. ഇനി ഈ ഡോറ് വെക്കാൻ ഞാൻ എത്ര പൈസ മുടക്കണോ അയ്യോ, ദൈവത്തിനറിയാം. അതല്ല, നമ്മുടെ ഡിക്കി തന്നെ ഡോറ് കിടപ്പുണ്ടല്ലോ. പറഞ്ഞു ഡോറ് നമ്മൾ എടുത്ത് വെച്ചില്ലേ, അതിന്റെ ഇത് കംപ്ലൈന്റ് അതാ ഇളകി പോയെ. നിന്നെ കാണാൻ എന്റെ ലുക്കാടി ചോദിച്ചേ. മഞ്ഞ കളറിൽ നല്ല രസമുണ്ട് കേട്ടാ നിന്നെ ഓ, കാണാൻ. താങ്ക് യു സോ മച്ച് ചേട്ടോ. എന്റെ ആദ്യത്തെ സാറ് പോലും എന്റെ അടുക്ക് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കുറെ നാള് പുള്ളി എന്നെ കൊണ്ടാറുണ്ട്, പക്ഷെ പുള്ളി ഇത്തോടെ ഇങ്ങനെ ഒരു വാക്കൊന്നും പറഞ്ഞിട്ടില്ല. ആണോ? അവനെന്താ ഇപ്പൊ ഈ കാർ കൊടുക്കാനായിട്ട് കാരണം? അവൻ പറഞ്ഞു ഞാൻ എടുത്തോളാൻ പറഞ്ഞു. അവൻ വേറെ കാർ മേടിച്ചെന്ന് എന്റെ അടുക്ക് പറഞ്ഞത്. എന്റെ നേരത്തെ സാറാണെങ്കിൽ റോൾസ് റോയ്സ് ഒരു സിപ്പിനി എന്നെ വേണ്ട, അപ്പൊ എന്നെ ഒഴിവാക്കണം. അതാണ് സാറിന് എന്നെ ഓ, തന്നത്. അങ്ങനാണല്ലേ. അപ്പൊ നിനക്ക് വിഷമമൊന്നുമില്ലായിരുന്നോ എന്റെ കയ്യിലോട്ട് തരുന്നേല്? അധികമൊക്കെ വിഷമമുണ്ടായിരുന്നു. ഇപ്പൊ ഒരു കൂട്ടുണ്ടല്ലോ, ആ താറ് സാറും ഉണ്ടോന്ന് ആ, താറോ എന്റെ വണ്ടി തന്നെ കേട്ടോ. അവന്റെ പേര് കീമോന്ന്. ഓ, കീമോ നല്ല പേരാണല്ലോ. അപ്പൊ സാറിന്റെ പേരുണ്ടോ? എന്നെ കേൽ ബോയിന്ന് വിളിച്ചാ മതി. ഞാനാണെങ്കിൽ ഒറ്റക്കാരന് കിടക്കുന്ന എന്നെ ഒറ്റക്കൊരു ഇതിന്റെ അകത്തായിരുന്നു. അത് കാരണം ഭയങ്കര ശോകമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതിയെന്നായിരുന്നു. ഇപ്പോഴാണ് ആ സാറ് ഒരു റോൾസ് റോയ്സ് കഴിച്ചപ്പോഴാണ് എന്നെ കൊടുക്കാൻ ഓ, തീരുമാനിച്ചത്. അപ്പൊ നിന്നെ ഒരു ഇതിന്റെ അകത്തായിരുന്നല്ലേ ഇടുന്നത്? അല്ലാതെ നിന്റെ കൂടെ വേറെ കാറൊന്നും ഇടത്തില്ലായിരുന്നല്ലേ? ആ സാറ് ഭയങ്കര പോസ്റ്റായിരുന്നു. ഞാനാണെങ്കിൽ ആരോടും മിണ്ടാനും പറയാനൊന്നും പറ്റാതെ ഇങ്ങനെ വീർപ്പോട്ട് അതിന്റെ അകത്ത് കിടക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ വേറൊരു കാറ് വന്നപ്പോ എന്റെ അതൊന്നും കുഴപ്പമില്ല. നിനക്ക് എന്റെ വീട്ടിൽ വരുമ്പോ നല്ല രീതിക്ക് കൂട്ടൊക്കെ കിട്ടും. എന്റെ ഒരു ബുള്ളറ്റ് ഉണ്ട്, ഒരു താറുണ്ട്. അവരെ കേട്ട് നീ ഭയങ്കരമായിട്ട് കമ്പനി ആകും കേട്ടോ. ആണോ? അതെന്തായാലും നന്നായി. ഞാനാണെങ്കിൽ പേടിച്ചിരിക്കുവായിരുന്നു. ഞാൻ പിന്നെ ഒറ്റപ്പെടുമെന്ന് വെച്ച് സാറിനെ കണ്ടപ്പോഴും ഒരു ആശ്വാസം വന്ന് പിന്നെ ആ താറിനെ അവനാണെങ്കിൽ ഫ്രണ്ട്ലി ആ കേട്ടോ. നീ ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ തന്നെ അവനുമായിട്ട് കമ്പനി ആവും.